എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കേരളത്തിൻ്റെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിയ നിങ്ങളെ ഏവരെയും അഭിനന്ദിക്കുന്നു. സോ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് KTU, അതായത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ BTech റെഗുലേഷൻസിനെ പറ്റി നിങ്ങൾക്കൊരു അവബോധം നൽകാനായിട്ടാണ്. സോ ഇന്ന് കേരളത്തിൽ ഏകദേശം 150 മേലെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. 2014 ശേഷം കേരളത്തിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നൽകി വരുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നതാകുന്നു. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ ഷോർട്ടായിട്ട് പറയുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി KTU എന്ന് തന്നെയാണ്. 2014 മുന്നേ കേരളത്തിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നൽകി വന്നിരുന്നത് വിവിധ സർവകലാശാലകളാണ്. അതായത് കാലിക്കറ്റ്, MG, കണ്ണൂർ മുതലായ യൂണിവേഴ്സിറ്റികളാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി നൽകി വന്നിരുന്നത്. BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഈ രണ്ട് രീതിയിലാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി അറിയപ്പെടുന്നത്. കേരളത്തിൽ നൽകി വരുന്നത് BTech ആണ്, അതായത് ബാച്ചിലർ ഓഫ് ടെക്നോളജി. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് KTUവിൻ്റെ വെബ്സൈറ്റ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എല്ലാവിധ നോട്ടിഫിക്കേഷൻസും പരീക്ഷയെ പറ്റിയും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഇൻഫർമേഷനെ പറ്റിയും എല്ലാ ഇൻഫർമേഷൻസ് ഒക്കെ തരുന്നത് നിങ്ങളുടെ ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോ ആണ്. അതേപോലെ വിവിധ ടാബുകളുണ്ട്. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അത് കറക്റ്റായിട്ട് ടാബ് എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആദ്യമേ തന്നെ KTUവിൻ്റെ BTech റെഗുലേഷൻസിനെ പറ്റി ഒന്ന് നോക്കാം. BTech റെഗുലേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി BTech നേടാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ പറ്റിയുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയമങ്ങളാണ് KTUവിൻ്റെ റെഗുലേഷൻസ് ഫോർ BTech 2019 എന്ന് പറയുന്നത്. ആദ്യമേ പറഞ്ഞു, KTU സ്ഥാപിതമാകുന്നത് 2014 മെയ്യിലാണ്. KTUവിൻ്റെ ആദ്യ ബാച്ച് 2015-2019 ആണ് ആദ്യത്തെ ബാച്ച്. 2019 ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങി. സോ ആദ്യത്തെ റെഗുലേഷൻ എന്ന് പറയുന്നത് 2015 പുറത്തിറങ്ങിയ റെഗുലേഷനും അതിന് 4 വർഷം ആണ് കാലാവധി ഉണ്ടായിരുന്നത്. ആ ബാച്ച് പുറത്തിറങ്ങിയ ശേഷം 2019 പകുതി ജൂലൈ മുതൽ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസും BTech റെഗുലേഷൻ 2019 ആണ് അവർക്ക് ബാധകമാകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് KTUവിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പം ഇതിൽ കുറച്ച് പദപ്രയോഗങ്ങളുണ്ട്, അതായത് ടേംസ് ഉണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എസ്പെഷ്യലി ഫസ്റ്റ് ഇയേഴ്സിന് അത്ര എളുപ്പമല്ല വായിച്ച് മനസ്സിലാക്കാനായിട്ട്. അപ്പം അതൊന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരിക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇത് സെക്കൻഡ് ഇയേഴ്സിനും
അതേപോലെ തേർഡ് ഇയേഴ്സിനും നിങ്ങൾക്ക് റെഗുലേഷൻസിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനും തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് കരുതുന്നു. സോ ഇതിന്റെ ആദ്യ പേജിൽ എന്താണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. സോ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇത് 2019 പുറത്തു വന്ന റെഗുലേഷൻസ് ആണ്. ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് 2015 പുറത്തിറങ്ങിയിട്ടുള്ള റെഗുലേഷൻ ആണ്. അപ്പോൾ K2വിന്റെ മാനദണ്ഡം അനുസരിച്ച് എല്ലാ 4 വർഷം കൂടുമ്പോഴും ഒരു പുതിയ റെഗുലേഷൻ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഏറ്റവും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുള്ള പുതിയ റെഗുലേഷൻ അല്ലെങ്കിൽ അപ്ഡേഷൻ നിർബന്ധമായിട്ടും ബിടെക് റെഗുലേഷൻസിൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇത് K2വിന്റെ തന്നെ ഒരു അക്കാദമിക് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. അവരാണ് ഈ റെഗുലേഷൻസ് തീരുമാനിക്കുന്നത്. വൈസ് ചാൻസലർ ആണ് ഇതിന് അപ്രൂവൽ നൽകുന്നത്. ഇതിന്റെ ആദ്യ പേജുകളിൽ ആമുഖമുണ്ട്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് അഡ്മിഷൻസ് ആണ്. അഡ്മിഷൻസ് എല്ലാം തന്നെ CEE കേരള നൽകുന്നത് പോലെയാണ് വരുന്നത്. അപ്പൊ അതില് +2 എങ്ങനെയായിരിക്കണം ആ മാർക്ക്, അതേപോലെ എഞ്ചിനീയറിംഗ് റാങ്ക്, ഇതെല്ലാം നോക്കിയിട്ടാണ് അഡ്മിഷൻ നൽകുന്നത്. ഇനി ബിടെക്കിലേക്ക് വരുവാണെങ്കിൽ ബിടെക് എന്ന് പറയുന്നത് 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷൻ ആണ് പഠിപ്പിച്ചു തരുന്നത് ബിടെക്കിൽ. ബാക്കി സയൻസ് ഡിഗ്രി എന്ന് പറയുന്നത് ആ വിഷയത്തിലുള്ള ഒരു ഡിഗ്രി തരിക എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബട്ട് ബിടെക് എന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. 4 വർഷമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. 4 വർഷം കൊണ്ട് 8 സെമിസ്റ്റർ കവർ ആവും. അപ്പോൾ ഒരു വർഷം 2 സെമിസ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് ബിടെക് നേടാൻ ആകെയുള്ളത് 6 വർഷങ്ങൾ മാത്രമാണ്. അതായത് 12 സെമിസ്റ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസോ കൊണ്ട് വേണമെങ്കിൽ മാക്സിമം 2 ഇയേഴ്സ് വരെ ബ്രേക്ക് എടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷകൾ തോക്കുവാണെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം നോക്കിയിട്ട് 6 വർഷം കൊണ്ട് ഈ എല്ലാ പേപ്പറും ബിടെക്കിന്റെ പാസ്സാവണം എന്നത് നിർബന്ധമാണ്. ഇനി K2വില് അല്ലെങ്കിൽ എല്ലാ ഡിഗ്രിയിലും ഒരു അക്കാദമിക് ഇയർ എന്ന സമ്പ്രദായമുണ്ട്. എന്തായാലും K2വിലേക്ക് വരുമ്പോൾ ഒരു അക്കാദമിക് ഇയർ, ഒരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 31 ഡിസംബർ വരെ. അതിനെ പറയുന്നത് ഓഡ് സെമിസ്റ്റർ എന്നാണ്. അതായത് ഒരു വർഷത്തിന്റെ പകുതി ജൂലൈ മുതൽ ഡിസംബർ വരെയും ഓഡ് സെമിസ്റ്റർ എന്നും, ജനുവരി 1 മുതൽ 30-ാം തീയതി ജൂൺ വരെയും ഈവൻ സെമിസ്റ്റർ എന്നും അറിയപ്പെടുന്നു. എല്ലാ സെമിസ്റ്ററിലും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 72 അധ്യയന വർഷങ്ങൾ ലഭിക്കും. ഈ 2 സെമിസ്റ്ററുകൾക്കും ഇടയിലായിട്ട് നിങ്ങൾക്ക് വലിയൊരു വെക്കേഷൻ ഉണ്ടാവും. ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് എല്ലാ ബിടെക് ഡിഗ്രിക്കും ഒരേപോലെ ബാധകമാണ്. അതായത് ഒരു വിദ്യാർത്ഥി KTU എന്ന സ്ഥാപനം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് സ്വന്തമാക്കണമെങ്കിൽ ഈ എല്ലാ റെഗുലേഷൻസും മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കേണ്ടതാണ്. എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റെഗുലേഷൻസ് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടപ്പിൽ വരുത്താനുള്ള
ഉത്തരവാദിത്വവും അധികാരവും വൈസ് ചാൻസലർക്കാണ്. സോ എല്ലാ ബിടെക് ബ്രാഞ്ചുകൾക്കും, അതായത് സിവില്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, എല്ലാവർക്കും ഒരു കരിക്കുലം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു സിലബസ് ഉണ്ടാവും. കരിക്കുലം എന്ന് പറയുന്നത് 4 വർഷത്തെ ഒരു പ്രോസസ്സാണ്. അതായത് 4 വർഷം നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 4 വർഷം കൊണ്ട് ഏതെല്ലാം കോഴ്സുകൾ നിങ്ങൾ പഠിക്കണം, അങ്ങനെ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ ടോട്ടലായിട്ട് ആ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. സിലബസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കരിക്കുലത്തിലുള്ള പല വിഷയങ്ങൾ ഉണ്ടാവും. അതിൽ പ്രൊജക്ട് ഉണ്ടാവാം, തിയറി സബ്ജക്ട്സ് ഉണ്ടാവാം, ലാബ് ഉണ്ടാവാം. ഈ ഓരോ ഇൻഡിവിജ്വൽ കോഴ്സിന്റെ വിശദമായിട്ടുള്ള എന്തെല്ലാം പഠിക്കണം എന്നുള്ളതാണ് സിലബസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ 4 വർഷം കൂടുമ്പോഴും കരിക്കുലവും അതേപോലെ തന്നെ കരിക്കുലം മാറുമ്പോൾ കോഴ്സ് മാറും. ചിലപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ചിലത് മാറ്റി നിർത്തപ്പെടും. അപ്പൊ ആ മാറ്റുന്നതും പുതുതായിട്ട് വരുന്ന എല്ലാ കോഴ്സുകൾക്കും അതനുസരിച്ചുള്ള സിലബസും ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ സിലബസ് മാത്രം അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം 4 വർഷത്തിനുള്ളിൽ നിർബന്ധമായിട്ട് മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണം എന്നത് KTUവിന്റെ റെഗുലേഷൻസിൽ ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. അതേപോലെ പുതിയ എലക്ടീവ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ബിടെക് ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കോഴ്സുകൾ ഉണ്ടാവും. ആ നിർബന്ധമായ കോഴ്സിനെയാണ് കോർ കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സെക്കൻഡ് ഇയർ എല്ലാം കഴിഞ്ഞ് തേർഡ് ഇയർ ഫോർത്ത് ഇയറിലേക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എലക്റ്റീവ് കോഴ്സ് ഓഫർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നത്. അതോരോ കോളേജുകളിലും ഓരോ ഫാക്കൽറ്റീസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച്, അവരുടെ ഒരു എക്സ്പെർട്ടൈസ് അനുസരിച്ച് അവര് കോഴ്സ് ഓഫർ ചെയ്യും. അപ്പൊ സ്റ്റുഡൻസിന് അവരുടെ ഇഷ്ടം അനുസരിച്ച്, അവരുടെ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴേക്കും അത്യാവശ്യം അവര് അറിയാൻ പറ്റും, ഒരു ഡിഗ്രീനെ പറ്റി അതിനെ പറ്റിയുള്ള കൂടുതൽ അറിവ് അവർക്ക് കിട്ടും. അപ്പൊ അവർക്കത് ചൂസ് ചെയ്യാം. അതാണ് എലക്റ്റീവ് കോഴ്സ് എന്ന് പറയുന്നത്. ഇനി റെഗുലേഷൻ 3.5 ഇതില് നിങ്ങളുടെ കോഴ്സ് ഇപ്പോ ഒരു ബേസിക് ഇലക്ട്രിക്കൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു കോഴ്സ്, അതിലെ ഒരു തിയറി സബ്ജക്റ്റ്, ആ തിയറി സബ്ജക്റ്റ് ആഴ്ചയിൽ ഒരിക്കലാണ് ക്ലാസ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാത്രമാണ് ക്ലാസ് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആ കോഴ്സ് പഠിച്ച് പാസ്സായതുകൊണ്ട് സെമിസ്റ്ററിൽ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതേപോലെ ട്യൂട്ടോറിയൽ ഉണ്ട്. ഈ ലെക്ചറിന്റെയും ട്യൂട്ടോറിയലും ഡിഫറൻസ് എന്ന് പറയുന്നത്, ലെക്ചർ എന്ന് പറയുന്നത് അധ്യാപകൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്ന ഡയറക്റ്റ് ക്ലാസ് ആണ്. ട്യൂട്ടോറിയൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൊണ്ട് ആ ഒരു മണിക്കൂറിൽ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ആ തിയറി പഠിച്ച് അതിന്റെ പ്രോബ്ലംസ് ചെയ്യുക എന്നതാണ് ട്യൂട്ടോറിയൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതിനും ഒരു ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ 1 മുതൽ 2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന പ്രാക്ടിക്കൽ ലാബുകൾക്ക് 1 പോയിന്റ് ആണ്. 2 മേലെ വരുന്ന 4 താഴെ വരുന്ന 4 മാക്സിമം വരുന്ന പ്രാക്ടിക്കൽസിന് 2 ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാമാണ് പോയിന്റ്സ് വരുന്നത്, ഈ കോഴ്സ് പഠിക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ്. റെഗുലേഷൻ 3.6 R4 റെഗുലേഷൻ, അതില് പറയുന്നത് ബിടെക് പ്രോഗ്രാം നിങ്ങൾക്ക് സ്വന്തം, അല്ലെങ്കിൽ ബിടെക് ഡിഗ്രി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ മൊത്തം 160 അക്കാദമിക് ക്രെഡിറ്റ്സ് സ്വന്തമാക്കണം. അപ്പോൾ ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ 160 ക്രെഡിറ്റ് ടോട്ടലായിട്ട് നിങ്ങൾ ഈ 4 വർഷം കൊണ്ട് സ്വന്തമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബിടെക് ഡിഗ്രി കിട്ടുന്നത്.
ഇതിനോടൊപ്പം തന്നെ 2 വിഷയങ്ങൾ പഠിച്ച് പാസ്സാവേണ്ട ഒരു നിർബന്ധം കൂടിയുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ മാർക്കിന്റെ രീതിയിൽ അല്ലെങ്കിൽ കോഴ്സ് പഠിച്ച് പാസ്സാവേണ്ട നോട് അനുബന്ധിച്ചുള്ള റെഗുലേഷൻസ്. സോ എല്ലാ ബിടെക് പ്രോഗ്രാംസ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം KTU വിവിധ തരങ്ങളിലുള്ള ബിടെക് ഡിഗ്രീസ് അല്ലെങ്കിൽ ബിടെക് പ്രോഗ്രാംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫുഡ് ടെക്നോളജി, അങ്ങനെ അധികം ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഇതിൽ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് ഒരു എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചില കാറ്റഗറീസും അതിന് കോഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് മാനേജ്മെന്റ് കോഴ്സുകൾക്കൊക്കെ ഒരു കോഡ് പറയുന്നത് HSMC എന്നുള്ളത്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ സബ്ജക്റ്റിന്റെ കോഡ് HSMCയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറച്ച് നമ്പറും അതിനൊപ്പം ഉണ്ടാവും, അതായത് വർഷമാണ് എന്നെല്ലാം സൂചിപ്പിക്കുന്നത്. ആകെ 8 ക്രെഡിറ്റ്സ് ആണ് അതിന് വരുന്നത് ഒരു ബിടെക് കരിക്കുലത്തിൽ. പിന്നെ ബേസിക് സയൻസ് കോഴ്സ് ഉണ്ടാവും. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആദ്യ വർഷം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് കണക്ക് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ബേസിക് എഞ്ചിനീയറിംഗ് കോഴ്സ്, വർക്ക്ഷോപ്പ്, ബേസിക് ഇലക്ട്രിക്കൽ, ഇതെല്ലാം വരുന്നത് ESCയിലാണ്. അതേപോലെ പ്രൊഫഷണൽ കോർ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ഡിഗ്രി പഠിക്കുന്നു, ഇലക്ട്രിക്കലാണ് അല്ലെങ്കിൽ സിവിൽ ആണെങ്കിൽ സിവിലിന്റെ കോർ കോഴ്സ്, നിർബന്ധം പഠിക്കേണ്ട കോഴ്സുകളാണ് കോർ കോഴ്സ് എന്ന് പറയുന്നത്. അതിന് PCC എന്ന കോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രൊഫഷണൽ എലക്റ്റീവ് കോഴ്സ് ഉണ്ട്, മുന്നേ സൂചിപ്പിച്ചതുപോലെ. പിന്നെ കുറച്ച് ഓപ്പൺ സബ്ജക്ട്സ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന കുറച്ച് സബ്ജക്ട്സ് ആണ്. പിന്നെ പ്രൊജക്ട് വർക്ക് ഉണ്ട്, സെമിനാർസ് ഉണ്ട്, ഇന്റേൺഷിപ്സ് ഉണ്ട്, അതർ തിങ്സ് അത്. സോ ഇതിനെ പറ്റിയെല്ലാം നമുക്ക് ബിടെക് കരിക്കുലത്തിലാണ് നമ്മളിത് പഠിക്കേണ്ടത് കൂടുതലായിട്ട്. പിന്നെ കുറച്ച് മാൻഡേറ്ററി കോഴ്സ് ഉണ്ട്, അത് പാസ് ഓർ ഫെയിൽ കോഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാമാണ് ബിടെക് പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള കോഴ്സുകൾ. അതായത് എഞ്ചിനീയറിംഗ് കോർ കോഴ്സും എലക്റ്റീവും അതേപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വേറെ കോഴ്സുകളുടെ ലിസ്റ്റും അത് ഒരു കോഡ് രൂപത്തിൽ നൽകിയിട്ടുള്ളതാണ് മൂന്നാമത്തെ കോളം വരുന്നത്. അപ്പൊ നിങ്ങൾ ആകെ 162 ക്രെഡിറ്റ്സ് ആണ് നമുക്കിവിടെ കാണാവുന്ന തന്നെയാണ്. 160 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾ അക്കാദമിക്കലി വാങ്ങേണ്ടത്. 2 പാസ് ഓർ ഫെയിൽ ഉണ്ട്. ആ 2 പാസ് ഓർ ഫെയിൽ ആണ് ഈ ലാസ്റ്റ് 9ാമത്തേൽ പറയുന്നത് 2. അപ്പൊ നിങ്ങൾ ഇത്രയും ക്രെഡിറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ ഹ്യൂമാനിറ്റീസ് പരമായിട്ടും ബേസിക് സയൻസ് പരമായിട്ടും കോർ കോഴ്സ്, എലക്റ്റീവ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ച് നിങ്ങൾ ആകെ 8 വരെ പഠിച്ച് നിങ്ങൾ 160 ക്രെഡിറ്റ്സ് വാങ്ങും. അതിൽ ഈ 8ാമത്തെ കോഴ്സ്, 8ാമത്തേത് വരുന്നത് മാൻഡേറ്ററി കോഴ്സാണ്. ഇതിന് ആക്ച്വലി ക്രെഡിറ്റ് ഇല്ല. ഇതിന് നിർബന്ധമായിട്ട് പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇതിന് പരീക്ഷ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ 7 വരെ ഉൾപ്പെടുന്ന എല്ലാം നിങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്കില്ല. അപ്പൊ അതിൽ ആകെപ്പെട്ട് നിങ്ങൾ 160 ക്രെഡിറ്റ്സ് നിർബന്ധമായിട്ട് വാങ്ങിയാലാണ് ഡിഗ്രിക്ക് യോഗ്യത ആവുള്ളൂ. 2 പാസ് ഓർ ഫെയിലും ഉണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ബിടെക് എലിജിബിലിറ്റി അക്കാദമിക്കലി. പിന്നെ ഒരു സെമിസ്റ്ററിൽ നിങ്ങൾക്ക് മാക്സിമം 6 തിയറി ക്ലാസ്സുകളും മാക്സിമം 2 ലാബോറട്ടറി, 2 ലാബും അല്ലെങ്കിൽ ഡ്രോയിങ് ഓർ സെമിനാർ ഓർ പ്രൊജക്ട് കോഴ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 15 പോയിന്റ് നേടാനായിട്ടുള്ള അവസരം ഉണ്ടാകും. ഒരിക്കലും 25-ന് മേലെ അല്ലെങ്കിൽ 25-ന് മേലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലോഡായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സിൽ. അതിലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ക്യുമുലേറ്റീവ് ക്രെഡിറ്റ്സ്, ടോട്ടൽ ക്രെഡിറ്റ്സ് മുന്നേ സൂചിപ്പിച്ചതുപോലെ 162 ആണ് ഡിഗ്രിക്ക് വേണ്ടത്. എല്ലാ ക്ലാസ്സും നിർബന്ധമായിട്ടും
ഇംഗ്ലീഷിലായിരിക്കും. എല്ലാ പ്രൊജക്ട്, സെമിനാർ, പ്രസന്റേഷൻസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. ഇതാണ് ജനറലായിട്ട് ബിടെക് ഡിഗ്രി സ്വന്തമാക്കാൻ നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ്സ്. നിങ്ങൾ ബിടെക് നേടാനായിട്ട് നിങ്ങളുടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ബാച്ചിന് 2 ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് ഉണ്ടാവും. ഫാക്കൽറ്റി അഡ്വൈസർ എന്ന് പറയുന്നത് ക്ലാസ് ടീച്ചറിന് തുല്യമാണ്. പുതിയ റെഗുലേഷൻ അനുസരിച്ച് ഒരു ബാച്ചിന്, അതായത് ഒരു 25 to 35 സ്റ്റുഡൻസിന് ഒരു ഫാക്കൽറ്റി രീതിയിൽ ഒരു ബാച്ച് അപ്രോക്സിമേറ്റ്ലി 60 പേരുണ്ടാവും. ആ 60 പേർക്ക് 2 ഫാക്കൽറ്റി, 2 ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് പ്രിൻസിപ്പൽ അപ്പോയിന്റ് ചെയ്യും. ഒരു ഫാക്കൽറ്റി 5 വർഷം മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളതും മറ്റുള്ള ഫാക്കൽറ്റി ജൂനിയർ ഫാക്കൽറ്റി ആയിരിക്കും. സ്റ്റുഡൻസിനെ സംബന്ധമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷകൾ KTUവിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക്, കോളേജിന്റെ ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ അപേക്ഷകളും അത് ആദ്യം ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യേണ്ടത് ക്ലാസ് ടീച്ചേഴ്സ് അഥവാ ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് ആണ്. അതിനെപ്പറ്റി എല്ലാമാണ് 4.1-ലും 4.2-ലും 4.3-ലും വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ആണ് ഫാക്കൽറ്റി അഡ്വൈസേഴ്സിന്റെ ചുമതല എന്നുള്ളതിനെ പറ്റി. ഇനി നിങ്ങൾ നിങ്ങളുടെ എല്ലാ സെമിസ്റ്ററുകളിലും നിങ്ങൾക്ക് ക്ലാസ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ് കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിലെ, ഇപ്പോൾ സപ്പോസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ HOD ആ ഒരു ബാച്ചിന്റെ ക്ലാസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റി അഡ്വൈസേഴ്സ്, സ്റ്റുഡൻസിന്റെ ഒരു ടീം, അതേപോലെ പാരൻസ്, ഇത്രയും പേര് ഉൾക്കൊള്ളുന്നതാണ് ഒരു ക്ലാസ് കമ്മിറ്റി. ഇപ്പോൾ നിങ്ങൾ ഒരു സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തതിന് ഉടനെ തന്നെ ഒരു ക്ലാസ് കമ്മിറ്റി കൂടി ചേരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും കോളേജുകളിൽ എന്തെങ്കിലും ഫെസിലിറ്റീസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ, ഇങ്ങനെ ഒരു കോഴ്സ് ഇങ്ങനെ ചെയ്ത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റി ഒരു തുറന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയാനുള്ളൊരു അവസരമാണ് ക്ലാസ് കമ്മിറ്റി മീറ്റിംഗ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഒരു ക്ലാസ് കമ്മിറ്റി മീറ്റിംഗ് സെമിസ്റ്റർ തുടങ്ങിയതിന് ശേഷവും, രണ്ടാമത്തത് ഫസ്റ്റ് ഇന്റേണൽ, അതായത് അതിനവർ പറയുവാണെങ്കിൽ ഒരു സെമിസ്റ്ററിൽ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ആ കോഴ്സിന് നിർബന്ധമായിട്ടും 2 ഇന്റേണൽ എക്സാമിനേഷൻസ്, 2 ക്ലാസ് ഇവാലുവേഷൻസ്, അതിന് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എക്സാമിനേഷന്റെ മാർക്ക് അനൗൺസ് ചെയ്തിട്ടായിരിക്കും രണ്ടാമത്തെ ക്ലാസ് കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ ഒരു സെമിസ്റ്റർ കഴിയാറാവുമ്പോൾ നിങ്ങളുടെ ഈ 2 ഇന്റേണൽ എക്സാമിനേഷൻസ്, നിങ്ങളുടെ അറ്റൻഡൻസ്, അതിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് എന്ന് പറയാം, കഴിഞ്ഞിട്ട് അസൈൻമെന്റ്സ്, ഈ 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് അവാർഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നതിനേക്കാൾ 10 ദിവസം മുന്നേ നിങ്ങളുടെ സെമിസ്റ്ററിലെ ക്ലാസ്സസ് തീരുന്നതും, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് കോളേജിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ പബ്ലിഷ് ചെയ്യുകയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ്.
സോ റെഗുലേഷൻസ് 4.5 മുതൽ 4.9 പറയുന്നതെല്ലാം ഫാക്കൽറ്റി അഡ്വൈസേഴ്സിൻ്റെ ഡ്യൂട്ടീസ് ആണ്. നിങ്ങളുടെ അറ്റൻഡൻസ്, നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ ഫാക്കൽറ്റി അഡ്വൈസേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ എന്തെങ്കിലും ഗ്രേസ് മാർക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റൻഡൻസ് ഷോർട്ടേജോ ഓൺ ജെന്യുവൻ റീസൺസ് ആണെങ്കിൽ ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നതും ഇതെല്ലാം അപ്രൂവ് ചെയ്യുന്നതും നിങ്ങളുടെ ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് ആയിരിക്കും. സോ 5.1 അക്കാദമിക് ഓഡിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അധികം ആവശ്യം വരുന്നതല്ല. അത് ഓരോ കോഴ്സിൻ്റെയും ഓരോ കോളേജിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെയും ഇന്റേണൽ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറച്ച് കമ്മിറ്റീസ് ഉണ്ട്. ഇതിനെപ്പറ്റിയാണ് റെഗുലേഷൻ 5.1 പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, അസസ്മെന്റ്. എങ്ങനെയാണ് കുട്ടികൾക്ക് മാർക്ക് അവാർഡ് ചെയ്യുന്നത്? അപ്പോൾ എല്ലാ തിയറി സബ്ജക്ട്സിനും there shall be end semester examinations. അപ്പോൾ ESE എന്ന് പറയും. In every semester for all courses and as prescribed under the respective curriculum. സോ മുന്നേ സൂചിപ്പിച്ച കരിക്കുലം ആണ് നിങ്ങളുടെ 4 വർഷം നിങ്ങൾ ഏതെല്ലാം കോഴ്സ് പഠിക്കുന്നതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ തരുന്ന ഡോക്യുമെന്റ്. അപ്പോൾ എല്ലാ തിയറി കോഴ്സുകൾക്കും നിർബന്ധമായിട്ടൊരു ഫൈനൽ എക്സാമിനേഷൻ, എക്സ്റ്റേണൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ 1ാം വർഷം ഫസ്റ്റ് ഇയറിലെ എല്ലാ ലാബ് വർക്കും നിങ്ങൾക്ക് ഇന്റേണൽ എക്സാമിനേഷൻ ആയിരിക്കും. അതായത് ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും, പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് മാർക്ക് നൽകുന്നത്. സെക്കൻഡ് ഇയർ മുതൽ എല്ലാ ലാബിനും നിർബന്ധമായിട്ടും എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻസ് വരുന്നതാണ്. ഈ എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ പൊതുവെ കോവിഡിന്റെ സമയത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. ജനറൽ ആയിട്ട് വർഷത്തിൽ 2 സീസൺസിലാണ് നടക്കുന്നത്. ഒരു ടൈം എന്ന് പറയുന്നത് മെയ് ജൂണിലാണ്. മെയ് ജൂണിൽ നടക്കുന്നത് ജനുവരി 1 മുതൽ ജൂൺ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സെമിസ്റ്ററിന്റെ പരീക്ഷകളിലും മെയ് ജൂണിലും. അതേപോലെ തന്നെ നവംബർ ഡിസംബർ സെഷനുള്ള ഒരു എക്സാം സീസൺസും ഉണ്ട്. അതേപോലെ 7 സെമിസ്റ്ററിലേക്ക് എപ്പോൾ വേണമെങ്കിലും പരീക്ഷ നടക്കാം. ബിക്കോസ് അവർ ഫൈനൽ ഇയർ ആയതുകൊണ്ട് അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഒത്തിരി റിലാക്സേഷൻസ് ഉണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, തിയറി കോഴ്സുകൾക്ക് നിങ്ങൾക്ക് 2 ഇന്റേണൽ എക്സാമിനേഷൻസ് നിർബന്ധമാണ്. ലാബുകൾക്ക് ഒരു ഇന്റേണൽ നിർബന്ധമാണ്. നിങ്ങൾ 3rd ഇയർ ലാസ്റ്റ് അല്ലെങ്കിൽ 4th ഇയറിൽ ചെയ്യുന്ന പ്രൊജക്റ്റിന് ഇന്റേണൽ ഇവാലുവേഷൻ ആണ്. അതേപോലെ S7 ചെയ്യുന്ന സെമിനാറിന് നിങ്ങൾക്ക് ഇന്റേണൽ ഇവാലുവേഷൻ ആണ്. അതായത് അതിന് പുറമെ പരീക്ഷകളൊന്നുമില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റീസ് തന്നെയാണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒരു കോഴ്സ്, തിയറി കോഴ്സുകൾക്ക് മിനിമം 2 ഇന്റേണൽ എക്സാമിനേഷൻസ് ഉണ്ടാകുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ 2 അസൈൻമെന്റ്സും ഒരു കോഴ്സിന് നിർബന്ധമാണ്. ഒരു തിയറി കോഴ്സ് ആണെങ്കിൽ തിയറി കോഴ്സിന് 20 മാർക്ക് അറ്റൻഡൻസ്. അതേ പറയട്ടെ, ഒരു ഇന്റേണൽ 50 മാർക്കും എക്സ്റ്റേണൽ 100 മാർക്കുമാണ് എല്ലാ കോഴ്സുകൾക്കും. അപ്പോൾ 50 മാർക്ക് ഇന്റേണൽ പ്ലസ് 100 മാർക്ക്, 150 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഒരു തിയറി കോഴ്സിന് കിട്ടുന്ന മാക്സിമം മാർക്ക്. ഈ 50 ഇന്റേണലിൽ 20% മാർക്ക് വരുന്നത് അറ്റൻഡൻസിലൂടെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാ ക്ലാസ്സിലും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
50-ല് 10 മാർക്ക്. കാര്യം 100-ലാണ് 20 മാർക്ക്, 50-ല് 10 മാർക്ക് കിട്ടിയ അവിടെ തന്നെ. പിന്നെ 2 ഇന്റേണൽ ഉണ്ട്. അപ്പൊ ഇന്റേണൽ എക്സാമിനേഷൻ എത്ര മാർക്കിൽ നടത്തുന്നത് അത് അവർ കൺവേർട്ട് ചെയ്ത് 25-ലേക്ക് മാറ്റും. അപ്പൊ 10ഉം 25 35 മാർക്കായി. പിന്നെയുള്ള 15 മാർക്ക് അസൈൻമെന്റിനാണ്. 2 എണ്ണം മിനിമം ആണ്. ഓരോ കോഴ്സ് അനുസരിച്ച് 2-ൽ കൂടുതൽ അസൈൻമെന്റ്സ് ഫാക്കൽറ്റീസിന് വേണമെങ്കിൽ തരാവുന്നതാണ്. ഇതാണ് തിയറി സബ്ജക്ട്സിനെ പറ്റിയുള്ളത്. പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഡ്രോയിങ് ലാബ് ആണെങ്കിൽ അതിനും 10 മാർക്ക് അറ്റൻഡൻസിനുണ്ട്. പരീക്ഷയ്ക്ക് 20 മാർക്കും. കാര്യം ഇതിന് ഒരു ഇന്റേണലേ വരുന്നുള്ളൂ. മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്റേണലാണ് ലാബിനുള്ളൂ. അത് 20 മാർക്കും. ബാക്കി 20 മാർക്ക്. അപ്പൊ 10, 20, 20 മാർക്ക് നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലാബൊക്കെ ആകുമ്പോൾ റെക്കോർഡ്സ് വെക്കണം, ഡ്രോയിങ് ആകുമ്പോൾ ഡ്രോയിങ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടിയാണ് ബാക്കി 20 മാർക്ക് വരുന്നത്. ഇതിലെ നിങ്ങൾക്കുള്ള ആകെയുള്ള മൊഡ്യൂൾസിൽ ഇപ്പൊ പുതിയ കരിക്കുലത്തിൽ ശരിക്കും 5 മൊഡ്യൂൾസ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ 50% സിലബസ് കവർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ 50% സിലബസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഇന്റേണൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ബാക്കി 50% സെക്കൻഡ് ഇന്റേണൽ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ ഇന്റേണൽ എക്സാമിനേഷൻസ് 2 മണിക്കൂർ ആണ് അതിന്റെ സമയം വരുന്നത്. പിന്നെ പ്രൊജക്ട് വർക്ക് ഉണ്ട്. അത് നിങ്ങൾ ഫൈനൽ ഇയറിൽ അറിയേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഫൈനൽ ഇയറിൽ എല്ലാ ബിടെക് ഡിഗ്രിയിലും ഒരു 2 സെമിസ്റ്റർ S7-ലും S8-ലും നീണ്ടു നിൽക്കുന്ന പ്രൊജക്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പായിട്ട് തിരിയും. ആ ഗ്രൂപ്പിന് ഒരു ഗൈഡിനെ അലോട്ട് ചെയ്യും. ആ ഗൈഡായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ 100 മാർക്കിനാണ് ഇവാലുവേഷൻ എങ്കിൽ 30 മാർക്ക് ഗൈഡിന്റെ കയ്യിലും 40 മാർക്കോളം ഒരു കമ്മിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ കമ്മിറ്റിക്ക് 40 മാർക്കും പുറമെ നിന്നുള്ള ഒരു ഫൈനൽ എക്സാമിനർക്ക് 30 മാർക്കും ആയിരിക്കും വരുന്നത്. പ്രൊജക്ട് വർക്കിന്റെ ഒരു 1/3 30% ഫസ്റ്റ് S7-ലും ബാക്കി 70% S8-ലും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ സെമിനാർ ഉണ്ട്, അതും S7-ൽ വരുന്നതാണ്. പ്രൊജക്ട് ഒരു പുതിയ ടോപ്പിക്, എന്തെങ്കിലും നിങ്ങൾ അതുവരെ പഠിച്ച കോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നതാണ് പ്രൊജക്ട് വർക്ക്. സെമിനാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിനെ പറ്റി ഒരു ലെക്ചർ കൊടുക്കുക എന്നുള്ളതാണ് സെമിനാർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സെമിനാറിൽ നിങ്ങൾക്ക് ഇപ്പൊ 100 മാർക്കാണെങ്കിൽ 10 മാർക്ക് അറ്റൻഡൻസ് ഗൈഡിന്. അതേപോലെ പ്രൊജക്ട് പോലെ തന്നെ സെമിനാറിന് ഗൈഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫാക്കൽറ്റി ആയിരിക്കും കോളേജിലെ. 20 മാർക്ക് കണ്ടന്റിന്, 30% പ്രസന്റേഷൻ 40%. ഇതെല്ലാമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് വിവിധ കോഴ്സുകൾക്ക്. അതേപോലെ മുന്നേ പറഞ്ഞ പോലെ ചില കോഴ്സുകൾ പാസ് ഓർ ഫെയിൽ മാത്രമേ ഉള്ളൂ. അത് ഒറ്റൊരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കോഴ്സ് പഠിച്ചിട്ടും, അതായത് ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡൻസ് എല്ലാം എലിജിബിൾ ആണ്, എല്ലാ ഇന്റേണലും എഴുതി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് I ഗ്രേഡ് ലഭിക്കുന്നതാണ്. I ഗ്രേഡ് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ എക്സ്റ്റേണൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ I ഗ്രേഡ് എന്നാണ് ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ I ഗ്രേഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു സെമിസ്റ്ററിൽ ഇപ്പോൾ S5-ലെ ഒരു കോഴ്സ്, ഒരു തിയറി കോഴ്സ് നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതാൻ പറ്റിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അപ്പൊ നിങ്ങൾ ആ കോഴ്സ് പഠിച്ചതിന് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ചാൻസിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാം. വീണ്ടും ആ കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സാം എഴുതാത്തതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് ഇതിൽ വരുന്നത് I ഗ്രേഡ് എന്നായിരിക്കും.
അതേപോലെ അറ്റൻഡൻസ് നിർബന്ധമാണ്. നിങ്ങൾക്ക് 75% അറ്റൻഡൻസ് വേണം. ശരിക്കും എല്ലാ ക്ലാസ്സിലും കയറണം എന്ന് തന്നെയാണ്. എന്നാലും ചില പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവും, ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 75% അറ്റൻഡൻസ് ഒരു കോഴ്സിൽ നിർബന്ധമാണ്. ടോട്ടൽ അല്ല, ഒരു കോഴ്സിൽ നിർബന്ധമാണ്. അപ്പോൾ അറ്റൻഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കണക്ക് കൂട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് FE ഗ്രേഡ് ആയിരിക്കും അനൗൺസ് ചെയ്യുക. FE ഗ്രേഡ് ആണെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. റെഗുലേഷൻ 6.7 പറയുന്നുണ്ട്, FE ഗ്രേഡ് ആണെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് വീണ്ടും ഒന്നും കൂടി രജിസ്റ്റർ ചെയ്ത് വീണ്ടും പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞു ആകെ 6 വർഷമാണ് എൻ്റെ ബിടെക് നേടാനുള്ള നിങ്ങൾക്കുള്ള സമയപരിധി. ഇത്രയും ക്രെഡിറ്റ്സ് നിങ്ങൾ വാങ്ങണം. അതേപോലെ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പെൻഡിങ് ഡിസിപ്ലിനറി ആക്ഷൻസും ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാമാണ് ടോട്ടലായിട്ട് പറയുന്ന റിക്വയർമെന്റ്സ്. അതായത് അക്കാദമിക് റിക്വയർമെന്റ്സ് ഉണ്ട്, കരിക്കുലർ റിക്വയർമെന്റ്സ് ഉണ്ട്, അറ്റൻഡൻസ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഡിസിപ്ലിനറി ആക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം ഡിഗ്രി നിങ്ങൾക്ക് നൽകാൻ നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗ്യതയായിട്ട് കണക്കുകൂട്ടുന്നത്. ഇനി എങ്ങനെയാണ് ഒരു കോഴ്സ് പാസ്സാവുന്നത്? മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു തിയറി കോഴ്സ് അല്ലെങ്കിൽ ലാബ് കോഴ്സ് വ്യത്യാസമുണ്ട്. തിയറി കോഴ്സ് നിങ്ങൾക്ക് 50 മാർക്ക് ഇന്റേണലും 100 മാർക്ക് എക്സ്റ്റേണലും ആയിരിക്കും. പണ്ട് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് ഒരു മിനിമം മാർക്ക് ഉണ്ടായിരുന്നു, ഇത്ര വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയ കരിക്കുലത്തിലൊന്നും അങ്ങനെ ഇല്ല. അതായത് നിങ്ങൾക്ക് 50 മാർക്ക് ഇന്റേണലില് എത്ര മാർക്കാണെങ്കിലും നിങ്ങൾക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ എഴുതാനുള്ള യോഗ്യതയുണ്ട്. ആകെയുള്ള ഒരു കണ്ടീഷൻ അറ്റൻഡൻസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്. അപ്പൊ ഇന്റേണലില് എത്ര മാർക്ക് എന്നുള്ളത് അതിന് പാസ്സാവുന്നതിന് ബാധിക്കുന്നതല്ല. രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എക്സാമിനേഷനിൽ 100-ല് 40 നിർബന്ധമാണ്. അതായത് 100 മാർക്കിന്റെ പരീക്ഷയിൽ 40 മാർക്ക് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ കോഴ്സ് പാസ്സാവുള്ളൂ. അത് 39 മാർക്ക് എക്സ്റ്റേണൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് ഫെയിലാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഇന്റേണലും എക്സ്റ്റേണലും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 75 മാർക്ക് ലഭിക്കണം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഇന്റേണൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് ഇപ്പോൾ 20 മാർക്കാണെന്ന് കരുതുക. 20 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പോയിട്ട് നിങ്ങൾ 100-ല് 40 വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ മാത്രമേ പാസ്സാവുന്നുള്ളൂ. ഇതിന്റെ കോമ്പിനേഷൻ മാർക്ക് പാസ്സാവുന്നില്ല. അതായത് നിങ്ങൾക്ക് 150-ല് 75 മാർക്ക് വേണം. അപ്പോൾ ഈ 40 മാർക്ക് പ്ലസ് 35 വേണം നിങ്ങൾക്ക് ആ കോഴ്സ് പാസ്സാവാനായിട്ട്. ഇപ്പൊ ഇന്റേണലില് എത്രയാണ് നിങ്ങൾ താഴേക്ക് പോകുന്നത് അതനുസരിച്ച് എക്സ്റ്റേണലില് മാർക്ക് കൂട്ടിയെടുത്താലാണ് നിങ്ങൾക്ക് ആ കോഴ്സ് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോ ഇപ്പൊ എളുപ്പം പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ പറയുന്ന പോലെ the letter F failed will be awarded to the student for a course if either his marks in end semester examination is below 40% ഒരു criteria or overall mark is below 50%. അപ്പോൾ പറയുന്നത് 40 മാർക്കാണ് നിങ്ങൾ അങ്ങനെ ജസ്റ്റ് പാസ് മേടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ 35 മാർക്ക് ഇന്റേണൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ കോഴ്സ് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് ഇന്റേണലിൽ 35 എങ്കിലും വാങ്ങുക. അപ്പൊ നിങ്ങൾ എക്സ്റ്റേണലിൽ ഒരു
40 വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 40, 35, 75, 50% ആയി നിങ്ങൾക്ക് കോഴ്സ് പാസ്സാവും. 35-ൽ നിങ്ങൾക്ക് താഴെ ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എക്സ്റ്റേണൽ സ്കോർ ചെയ്യണം. 35 അല്ല, നിങ്ങൾക്ക് 30 ഉള്ളെങ്കിൽ നിങ്ങൾ ഒരു 45 മാർക്ക് മേടിച്ചാലാണ് നിങ്ങൾക്ക് ആ കോഴ്സ് പാസ്സാവാൻ പറ്റുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഒരു കുട്ടി എഫ് ഗ്രേഡ് ആണെങ്കിൽ ആ കോഴ്സ്, അതായത് കോഴ്സ് ആ കുട്ടി കംപ്ലീറ്റ് ചെയ്തു, സെൻസ് എല്ലാം റിക്വയർമെന്റ്സ് ഓക്കെയാണ്, വീണ്ടും എൻ സെമിസ്റ്റർ എക്സാമിനേഷൻ എഴുതണം, അടുത്ത ചാൻസിൽ അത് പാസ്സാവും. പിന്നെ ക്രൈറ്റീരിയ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരിട്ട് യൂണിവേഴ്സിറ്റി ഡീൽ ചെയ്യുന്നതാണ്. അതായത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് ഷുഡ് നോട്ട് എക്സീഡ് 30% ഓവർ ദ എൻ സെമിസ്റ്റർ മാർക്ക്. അതായത് നിങ്ങൾക്ക് തരുന്ന ഇന്റേണൽ മാർക്ക് നിങ്ങളുടെ എക്സ്റ്റേണൽ മാർക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. എക്സ്റ്റേണൽ മാർക്കിനേക്കാളും 30% ഒരിക്കലും കൂടാൻ പാടില്ല എന്ന നിർബന്ധമാണ്. അത് ചില കോളേജുകളിൽ ഉദാരമായിട്ടുള്ള ഇന്റേണൽസ് തരുന്ന ഒഴിവാക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ലെവലിൽ ചെയ്യുന്ന കാര്യമാണത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഗ്രേഡിംഗ് ഇതിനെ പറ്റി പറയുമ്പോൾ, മുന്നേ പണ്ടൊക്കെ 2014 മുന്നേ വിവിധ യൂണിവേഴ്സിറ്റികൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓഫർ ചെയ്തപ്പോൾ അത് മാർക്കുകൾ മാത്രമായിരുന്നു. അപ്പൊ മാർക്കുകൾ ആഡ് ചെയ്ത് പെർസെൻറ്റേജ് ആയി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി. അത് ഒരു സെമിസ്റ്ററും അതേപോലെ പെർസെൻറ്റേജ് വരും, ആഡ് ചെയ്ത് അതേപോലെ ടോട്ടൽ കോഴ്സിന് പെർസെൻറ്റേജ് വരും. ലൈക്ക് 75% മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിടെക് വിത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടും. അതിൽ താഴെ 60% മുതൽ 75% വരെയാണെങ്കിൽ സാധാ ഫസ്റ്റ് ക്ലാസ്, അതേപോലെ താഴേക്ക് സെക്കൻഡ് ക്ലാസ്, അങ്ങനെയായിരുന്നു. KTUവിന്റെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് പല ഗ്രേഡ് പോയിന്റ്സ് ആണ്. അപ്പൊ അതിൽ നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് SGPAയും CGPA ആണ്. SGPA എന്ന് പറയുന്നത് സെമിസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ്. അതായത് ഒരു സെമിസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുകളുടെ ആവറേജ് ആണ് SGPA. ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഒരൊറ്റ SGPA ഉണ്ടാവുള്ളൂ. അത് തന്നെയായിരിക്കും നിങ്ങളുടെ CGPA. സെക്കൻഡ് സെമിസ്റ്റർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിലും SGPA ഉണ്ട്, സെക്കൻഡ് സെമിസ്റ്ററിലും SGPA ഉണ്ട്. CGPA എന്ന് പറയുന്നത് 2 സെമിസ്റ്ററിന്റെ ആവറേജ് ആണ്. അപ്പൊ നിങ്ങൾ 8 സെമിസ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് 8 SGPAയും ഒരു CGPA ഉണ്ടാവും, ബിക്കോസ് ഇത് ആവറേജ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മാർക്ക് വരുന്നത്. അതായത് എസ് ഗ്രേഡ് ഉണ്ട്, A+, A, B+, B, C+, C, D, T ആണ് പാസ് നിർബന്ധമായിട്ട് വേണ്ടത്. ഇതിൽ പറഞ്ഞ പോലെ 50% ടോട്ടൽ മാർക്സ് വേണം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്റേണലും എക്സ്റ്റേണലും ആഡ് ചെയ്യുമ്പോൾ 50% വേണം. 50 മുതൽ 55 വരെയാണെങ്കിൽ പാസ്സാണ്. അതിന് മുകളിലേക്ക് ഓരോ 5% കൂടുമ്പോഴും ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും. 90% മുകളിൽ എല്ലാം എസ് ഗ്രേഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ 150 വരുന്നത്, 150-ൽ 90%, അതായത് ഒരു 10% വരുമ്പോൾ 15 മാർക്കാണ്. 135 മാർക്ക് നിങ്ങൾ ഇന്റേണലും യൂണിവേഴ്സിറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 135 മാർക്കിന് മുകളിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എസ് ഗ്രേഡ് കിട്ടും. അതിന്റെ ഗ്രേഡ് പോയിന്റ് 10 ആണ്. ഇനി 5% താഴേക്ക് വരും. അപ്പോൾ ഒരു 7.5 മാർക്സ് ആണ് 5% വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 85% to 90% ആണെങ്കിൽ A+, 80 to 85 ആണെങ്കിൽ A ഗ്രേഡ്, 75 to 80 ആണെങ്കിൽ B+, അങ്ങനെ താഴേക്ക് വന്ന് സൂചിപ്പിച്ചതുപോലെ പാസ് വരെയാണ് വരുന്നത്. പിന്നെ 50% താഴെ ആണെങ്കിൽ ഫെയിൽ ആവും. 2 ക്രൈറ്റീരിയ ഉണ്ട്. മുന്നേ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ 40 മാർക്ക് വേണം, 50% മാർക്ക് വേണം, ആഡ് 50% വേണം ഫെയിൽ ക്രൈറ്റീരിയയിൽ. FE എന്ന് പറയുമ്പോൾ എലിജിബിലിറ്റി ഇല്ല, അറ്റൻഡൻസിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്തതാണ് എലിജിബിലിറ്റി. അപ്പൊ നിങ്ങൾ കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. I എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾ എല്ലാം അറ്റൻഡൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റിയില്ലെങ്കിൽ I ഗ്രേഡ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത എക്സാമിന് എക്സാം മാത്രം എഴുതിയാൽ മതി, ഫൈനൽ എക്സാം മാത്രം എഴുതിയാൽ മതി. ഇതാണ് ഒരു സെമിസ്റ്ററിൽ വരുന്നത്.
ടോട്ടൽ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടോട്ടൽ CGPA എല്ലാ സെമിസ്റ്ററിലെയും കൂടി ഉള്ള CGPA SGPA ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് കണക്കൂട്ടുമ്പോൾ 8ന് മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ്. അതേപോലെ തന്നെ 6.5ക്കും 8നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണ് അവാർഡ് ചെയ്യുന്നത്. ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ മുകളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പെർസെൻറ്റേജ് ആയിരിക്കും വേണ്ടത്. ആ സമയത്ത് നിങ്ങൾക്ക് കൺവേർഷൻ ഫോമിലുള്ള 10 × CGPA - 2.5 ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളുടെ CGPA എന്ന് പറയുന്നത് 8 വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് 10 × 8 80 - 2.5 77.5% നിങ്ങളുടെ പെർസെൻറ്റേജ് മാർക്സ്. അപ്പൊ നിങ്ങൾ 10 CGPA വാങ്ങിച്ചാൽ പോലും 10 × 10 - 2.5 97.5% ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ദ മാർക്സ്. ഇനി KTUവിന്റെ റെഗുലേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഇയർ കഴിയുമ്പോഴും നിങ്ങളുടെ മുൻ ഇയറിലെ ടോട്ടൽ നിങ്ങൾ പഠിച്ചു നേടിയ പോയിന്റ്സ് നിങ്ങളുടെ പ്രൊമോഷൻ അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷന് ബാധകമാക്കേണ്ടതുണ്ട്. അതായത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ബിടെക്കിനും ഒന്ന് ലാറ്ററൽ എൻട്രിക്കും ഉണ്ട്. ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് 2ാമത്തെ ഇയറിലേക്ക് നേരിട്ട് ഡിപ്ലോമ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ 17 ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പൊ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് ആഡ് ചെയ്ത് വരുന്നതാണ്. 17 + 21 ആയിരിക്കും ഇവിടെ. അപ്പോൾ 17 + 21 + 22 ആയിരിക്കും ഇവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത് വരുന്നതാണ് ക്യുമുലേറ്റീവ്. 160 വേണമെന്ന് പറഞ്ഞിരുന്നു മുന്നേ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറാം, ഒരു പ്രശ്നമില്ല. സെക്കൻഡ് സെമിസ്റ്ററിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നിബന്ധനകളും ഇല്ല. തേർഡിലും കയറാം, ഫോർത്തിലും കയറാം. 5ാം സെമിസ്റ്റർ അതായത് തേർഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറണമെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്റർ സെക്കൻഡ് സെമിസ്റ്ററും കൂടി ആഡ് ചെയ്യുന്നതിൽ നിന്ന് ആകെ 21 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് വാങ്ങേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 38 പോയിന്റുകളിൽ 21 പോയിന്റ് നിങ്ങൾ നേടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഇയർ കയറി കഴിഞ്ഞാൽ പിന്നെ S6 ഇത് തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഫൈനൽ ഇയർ S7ലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് 47 ക്രെഡിറ്റ്സ് S1 to S4 അതായത് ഈ ടോട്ടൽ വരുന്നത് 82 ആണ്. 82ൽ 47 ക്രെഡിറ്റ്സ് നിങ്ങൾ വാങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് S7ലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാമാണ് കാര്യങ്ങൾ. ഇത് ലാറ്ററൽ എൻട്രിക്കും ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ മാർക്ക് വന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾ തൃപ്തനല്ല അല്ലെങ്കിൽ തൃപ്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേപ്പറിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. അതിന് കുറച്ച് പൈസ അടയ്ക്കണം, ഫീസ് അടയ്ക്കണം. പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ റിവാലുവേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു പുതിയൊരു ഫാക്കൽറ്റിക്ക് അത് അലോട്ട് ചെയ്യും, വാലിഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും പുതിയ മാർക്കും തമ്മിൽ 15% അധികം ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു വീണ്ടും ഒരു പുതിയ ഫാക്കൽറ്റി കയ്യിലേക്ക് പോകും. അപ്പോൾ മൂന്നാമത്തെ ഫാക്കൽറ്റി തരുന്ന മാർക്ക് ആദ്യത്തെ മാർക്കിനോടും രണ്ടാമത്തെ മാർക്കിനോടും ഏതിനോടാണ് അടുത്ത് നിൽക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതായത് ഇപ്പം സപ്പോസ് നിങ്ങൾക്കൊരു 30 മാർക്കാണ് ആദ്യം കിട്ടുന്നത്, രണ്ടാമത്തെ മാർക്ക് 50 ആണെന്ന് കരുതുക. അപ്പൊ രണ്ടും തമ്മിൽ മാർക്ക് ഡിഫറൻസ് 15% മേലെയാണ്. അപ്പൊ മൂന്നാമത്തെ ആളുടെ മാർക്ക് 55 ആണെങ്കിൽ നിങ്ങൾക്ക് 50ന്റെയും 55ന്റെയും ആവറേജ് കിട്ടും. അല്ലെങ്കിൽ 30നും 35ആണ് മൂന്നാമത്തെ എക്സാമിനർ തരുന്നതെങ്കിൽ 30നും 35നും ഇടയ്ക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. അതിന്റെ ആവറേജ് സ്റ്റുഡൻസിനെ ഫേവർ ചെയ്തിട്ടുള്ള ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ലാസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് SGPA അല്ലെങ്കിൽ CGPA വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതില് നമ്മൾ സൂചിപ്പിച്ചതുപോലെ സെമിസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജും ഉണ്ട്, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജും ഉണ്ട്.
SGPA is equal to CI into GPI by sigma CI. ഇതിൽ CI എന്ന് പറയുന്നത് ക്രെഡിറ്റ് അസൈൻഡ് ആണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു തിയറി ഒരു മണിക്കൂറത്തേക്കാണെങ്കിൽ ഒരു ക്രെഡിറ്റ്, ട്യൂട്ടോറിയലിന് ഒരു ക്രെഡിറ്റ്, ലാബിന് 1-2 മണിക്കൂർ താഴെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അതാണ് ക്രെഡിറ്റ് വരുന്നത്. GPA എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ S ഗ്രേഡിന് 10, A+ന് 9, അങ്ങനെ കുറച്ച് ഗ്രേഡ് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാണ് GPA. അപ്പോൾ CA നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് കണക്കൂട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് അതിൻ്റെ ഒരു മേ ബി അതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 3 പോയിന്റാന്ന് വിചാരിക്കുക. അതായത് 3 പോയിന്റ് വരുമ്പോൾ ആ ഒരാഴ്ചയിൽ 3 മണിക്കൂർ ക്ലാസ് ഉള്ള സബ്ജക്റ്റ്, അതിനാണ് 3 ക്രെഡിറ്റ് വരുന്നത്. അപ്പം 3 ഇൻറ്റു ആ കുട്ടിക്ക് ആ വിഷയത്തിന് S ഗ്രേഡ് ആണെങ്കിൽ 10, 3 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ, അപ്പൊ ഇത് സിഗ്മയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 സബ്ജക്റ്റ് ഉണ്ട്, 3 സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഇപ്പോൾ 10, ഒരു സബ്ജക്റ്റിന് 10, അടുത്തതിന് 9, അടുത്തതിന് 8, അടുത്തതിന് 7 ആണെന്ന് കരുതുക. എല്ലാത്തിനും ക്രെഡിറ്റ് 3 എന്ന് കരുതുക. അപ്പൊ 3 ഇൻറ്റു 10 പ്ലസ് 3 ഇൻറ്റു 9 പ്ലസ് 3 ഇൻറ്റു 8 പ്ലസ് 3 ഇൻറ്റു 7 ഓൾ ഡിവൈഡഡ് ബൈ സിഗ്മ സി, അതായത് 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3. അപ്പൊ ഇങ്ങനെയാണ് അത് കണക്ക് കൂട്ടുന്നത്, സെമിസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ്. അതേപോലെ CGPA ഉണ്ട്. CGPA എന്ന് പറയുന്നത് ഈ സെമിസ്റ്ററുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് വരുന്ന ആവറേജ് വാല്യൂ ആണ്. അപ്പൊ അത് അങ്ങനെയാണ് നിങ്ങളുടെ ഒരു SGPAയും CGPAയും കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഇതെല്ലാമാണ് അക്കാദമിക് റിക്വയർമെന്റ്സ്. ഇനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ പറ്റിയും അതിന്റെ ഗ്രേസ് മാർക്കിനെ പറ്റിയൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So thank you for listening.